കർത്താവായ യേശുക്രിസ്തുവിനെ ഏതെല്ലാം നിലയിലാണ് ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകങ്ങളിൽ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനെ ആവർത്തന പുസ്തകം വരെ ഏതെല്ലാം നിലയിൽ ചിത്രീകരിച്ചിരിക്കുന്നു എന്ന് കഴിഞ്ഞ എപ്പിസോഡുകൾ പഠിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ യോശുവയുടെ പുസ്തകത്തിൽ നിന്നാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. യോശുവയുടെ പുസ്തകത്തിൽ കയ്യിൽ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ സൈന്യാധിപനായിട്ടാണ് കർത്താവായ യേശുക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യോശുവയും കൂട്ടരും ഇസ്രായേലിനുള്ള ബന്ധത്തില് നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഈ യെരിഹോ പട്ടണത്തെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. യെരിഹോ മതിലിന് ചുറ്റും ഇസ്രായേൽ പുരുഷന്മാർ, സൈന്യം അവര് ഇങ്ങനെ യെരിഹോ പട്ടണത്തെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു വ്യക്തിയെ യോശുവയും അവന്റെ ആളുകളും കണ്ടു. അദ്ദേഹം കയ്യിൽ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുകയാണ്. ഇത് കണ്ട് യോശുവ ചോദിച്ചു, നീ ആരുടെ പക്ഷത്തുള്ളവൻ? ഞങ്ങളുടെ പക്ഷത്തുള്ളവനാണോ അതോ ശത്രുപക്ഷത്തുള്ളവനാണോ? യെരിഹോയിലെ മിലിറ്ററിയുടെ ഭാഗമാണോ എന്നാണ് യോശുവ ചോദിച്ചതിന്റെ ആശയം. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ സൈന്യത്തിന്റെ അധിപതിയായി, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ അധിപതിയായി വന്നിരിക്കുന്നു. അവനെ യഹോവയുടെ ദൂതനായിട്ടാണ് നമുക്ക് യോശുവയുടെ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നത്. സൈന്യങ്ങളുടെ അധിപതിയായിരിക്കുന്ന യഹോവയുടെ ദൂതൻ ഇസ്രായേലിന് വേണ്ടി യെരിഹോവിനോട് യുദ്ധം ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. അവൻ കയ്യിൽ ഊരിപ്പിടിച്ച വാളുമായി തന്റെ ജനത്തിന്റെ മുമ്പാകെ നിൽക്കുന്നു. യെരിഹോ പട്ടണത്തെ ആക്രമിക്കുവാനും യെരിഹോ നിവാസികളെ അവരെ പരാജയപ്പെടുത്തി യെരിഹോവിന്റെ മേൽ വിജയം വേരി മുഴക്കുവാനും ഇസ്രായേലിനെ സഹായിച്ചത് കയ്യിൽ ഊരിപ്പിടിച്ച വാളുമായി അവരുടെ മുമ്പിൽ നിൽക്കുന്ന സൈന്യത്തിന്റെ അധിപതിയാണ്. അവനെ യഹോവയുടെ ദൂതൻ എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ പല സന്ദർഭങ്ങളിലും നമ്മുടെ കർത്താവായ യേശുവിനെ ദൈവത്തിന്റെ നിയമദൂതൻ എന്ന നിലയിൽ ദൈവ ജനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നു. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ യോശുവയുടെ പുസ്തകത്തിൽ അവൻ സൈന്യങ്ങളുടെ അധിപനായി തന്റെ ജനത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്ന യോദ്ധാവ് എന്ന നിലയിൽ പരിശുദ്ധാത്മാവായ ദൈവം കർത്താവായ യേശുവിനെ ആ പുസ്തകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു. കർത്താവ് എന്ന് വെച്ചാൽ അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ക്രിസ്തു എങ്ങനെയെന്നാണ്. അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്.